ആൾക്കാരെ ഒരു തൊരയാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോ ഒരു സർജറി ചെയ്തു, അല്ലെങ്കിൽ ഞാനിപ്പോ എന്തെങ്കിലും സർജറി ചെയ്തോട്ടെ, എന്തിനാണ് അതിനെ കുറിച്ച് ഇത്രത്തോളം വറി ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു സംഭവം, ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും അത് ഭയങ്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിനാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഒന്ന് അത്. രണ്ടാമത് ഞാൻ സർജറി ചെയ്തു, അതും നാടകമാണ്. ഞാൻ സർജറി ചെയ്തില്ല, ഞാൻ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആണ് കഴിഞ്ഞത്. എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി. നാട്ടുകാർ ചില ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിട്ടോ, അതില്ല എന്ന് പറയുന്നില്ല. ചില ആൾക്കാരൊക്കെ ഉണ്ട്, എന്താ പറയാ, പ്രേക്ഷകരെ നോക്കൂ അങ്ങനെ പറഞ്ഞ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഇവരെ നിന്നോട് അത് തന്നെ ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. എടി അല്ല ഏട്ടാ, ഏത് വിളിക്കണം അറിയില്ല, എന്തായാലും ജാസി നിന്റെ പേരതാണല്ലോ. എടാ, നീ ചോദിക്കുന്നുണ്ടല്ലോ വറി എന്താണെന്ന്. നീ ആദ്യം നീ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കും. നിന്റെ മാലയാണെങ്കിലും നിന്റെ വാച്ചാണെങ്കിലും നിന്റെ ഗർഭമാണെങ്കിലും ഇതൊക്കെ ഉള്ളതാണോ? നീ എന്തുദ്ദേശത്തിൽ അതൊക്കെ പറഞ്ഞു? നിനക്കൊരു സോഷ്യൽ മീഡിയയിൽ നിനക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ നീ അവർക്കായിട്ടെങ്കിലും നീ ഒന്ന് ക്ലാരിറ്റി കൊടുത്ത് നീ പറയണം. ഞാൻ ഇന്നതാണ് ചെയ്തത്, നീ ഇതാണ് കാരണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഗർഭമില്ല, അല്ലെങ്കിൽ നിന്റെ ദിവ്യ ഗർഭത്തിനെ കുറിച്ച് നീ പറയണം. അതല്ലെങ്കിൽ ഇപ്പം നീ ചെയ്ത സർജറി, നീ ഇപ്പം 3 വീഡിയോസ് ഇട്ടില്ലേ ഈ സർജറി ആണ്, നീ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് നീ പറയുന്നുണ്ടോ നീ ചെയ്തത് ഇന്ന സർജറി ആണ്? ഇല്ലല്ലോ, നീ പറയുന്നില്ല. അല്ലെങ്കിൽ നീ ഈ കാര്യങ്ങളൊന്നും നീ ഒരിക്കലും പബ്ലിക്കായിട്ട് പറയാൻ പോകരുത്. പറയുവാണെങ്കിൽ നീ അത് ക്ലാരിറ്റിയോടെ പറയണം, അല്ലെങ്കിൽ നീ പറയാൻ നിൽക്കരുത്. അതാ ചെയ്യുന്നത്. ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അത്രയും വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കുകയാണ്. അതേ ഒരു അത്രത്തോളം പെയിൻ അല്ലേ ഉദ്ദേശം, പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം നമ്മുടെ ശരീരത്ത് കുറേ വലിയ മുറികൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ ഓൾ നമ്മൾ കാണുമ്പോൾ ഇതുവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. അല്ല ജാസിമോനെ, നീ എന്താ ഇപ്പൊ പറഞ്ഞത്? നിന്റെ വേദനയോട് നീ എന്തിനാണ് നീ ഉപമിച്ചതെന്ന് നീ ഒന്ന് പറഞ്ഞ. നിന്റെ എന്താണ് അമ്മ കുഞ്ഞിനെ പ്രസവിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ്, അതാണ് ഇപ്പം നിനക്ക് നിന്റെ വെച്ച് കിട്ടിയ സാധനം കാണുമ്പോൾ നിനക്ക് തോന്നുന്ന ഫീലിങ്സ്. അതായത് ഒരമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് ചിരി കാണുന്നതാണ് അമ്മയുടെ ഫീലിങ്സ്, അമ്മ വേദന മറക്കുന്നത്. അപ്പം നിന്റെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നീ വെച്ച് കിട്ടിയ ആ സിലിക്കോൺ നീ കാണുമ്പോൾ നീ നിന്റെ കുഞ്ഞുങ്ങളെയാണ് അതിൽ കൂടി കാണുന്നത്. അതാണ് നീ പറഞ്ഞ നിന്റെ ഫീലിങ്സ്. ആഹാ, ഇത്ര നന്നായിട്ട് നിന്റെ ഫീലിങ്സ് നീ വർണ്ണിച്ചല്ലോ, കൊള്ളാം. നീ ഒരമ്മയുടെ വേദന എന്ന് പറയണത് നിന്റെ വെച്ച് കിട്ടിയ സാധനമാണല്ലോ. കൊള്ളാം മോളെ, കൊള്ളാം. അവൾക്ക് അതായത് അവളുടെ വെച്ച് കെട്ടിയ സിലിക്കോൺ കാണുമ്പോൾ അവൾക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ആ പെയിൻ അവൾ മറക്കണത് അവളുടെ ഒരു കുഞ്ഞുങ്ങളെ കാണുന്ന രീതിയിലാണ് അവളെ വെച്ച് കെട്ടിയതിനെ കാണുന്നത്. അതാണ് അവൾ ഉദ്ദേശിച്ചത്. അതായത് അമ്മ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേക്കും എന്താണ്, അമ്മ വേദന മറക്കും. അതുപോലെയാണ് അവളുടെ വെച്ച് കെട്ടിയത് വെച്ച് കാണുമ്പോഴത്തേനും അവളുടെ വേദനകളൊക്കെ മറന്നു പോകും. ഓ, അത്ര പൊന്നു മോനെ ജാസി, നീ ഒരു കാര്യം എന്തായാലും മനസ്സിലാക്കിക്കോ. നിന്നെ തല്ലാനുള്ള വടി നീ തന്നെയാണ് നാട്ടുകാർക്ക് കൊടുക്കുന്നത്. നീ സോഷ്യൽ മീഡിയയിൽ കൂടി നീ എല്ലാം വിളിച്ച് പറയുമ്പോൾ നീ ആലോചിക്കണം. അതിനെതിരെ റിയാക്ട് ചെയ്യാനും ആൾക്കാർ വരും എന്നുള്ള കാര്യം നീ ആലോചിക്കും. നീ എന്തായാലും അമ്മ കുഞ്ഞിനെ കണ്ട നിർവൃതി നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ നിർവൃതി നീ അങ്ങ് കിടന്ന് കണ്ട് അങ്ങ് ആസ്വദിച്ച് അങ്ങ് ഇരിക്കങ്ങോട്ട്. എന്നിട്ട് ബാക്കിയുള്ള കഥകളും കെട്ടുകഥകളെല്ലാം കൊണ്ട് നീ അങ്ങോട്ട് കിടന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങോട്ട് പരത്തി അങ്ങ് വിടും കേട്ടാ.